അതിരൂക്ഷമായ വരൾച്ച, വരാനിരിക്കുന്ന കാലവർഷം, ഡെങ്കി ഉൾപ്പെടെയുള്ള രോഗവ്യാപനം എന്നിവയിലെല്ലാം അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. കാലവർഷത്തിന് മുന്നോടിയായി കരുവാരകുണ്ടിൽ ആരോഗ്യരംഗത്തെ ഇടപെടലുകൾ സജീവമാക്കേണ്ട ആവശ്യകതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചർച്ച നടന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തത് കരുവാരകുണ്ടിലാണ്. 258 കേസുകളായിരുന്നു കരുവാരകുണ്ടിൽ മാത്രമുണ്ടായത്. ഇനി കാലവർഷം വരുന്നതോടുകൂടി ഡെങ്കി കേസുകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഡെങ്കിപ്പനി അനുഭവപ്പെട്ടിട്ടുള്ളവർക്ക് അപകട സാധ്യത, പ്രത്യേകിച്ച് മരണസാധ്യത പോലും ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയും കണക്കിലെടുത്ത് കുടുംബശ്രീ പ്രവർത്തകരെയും ആശാവർക്കർമാരെയും പൊതുപ്രവർത്തകരെയും ഒക്കെ അണിനിരത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വാർഡ് സഭകളും ശുചിത്വ പരിപാടികളും പൊതുയിടങ്ങളുടെ ശുചീകരണങ്ങളും ഉൾപ്പെടെ ജാഗ്രവത്തായ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇത്തവണത്തെ രൂക്ഷമായ വേനലിന്റെ ഭാഗമായി കൃഷിയിടങ്ങളൊക്കെ അതിശക്തമായ വരൾച്ച ബാധിത അവസ്ഥയാണ് കരുവാരകുണ്ട് കാർഷിക മേഖലയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് കലക്ടർക്കും കൃഷിവകുപ്പിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകുന്നതിനായി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഇടപെടുന്നതിനു വേണ്ടി കൂടിയാണ് സർവകക്ഷി യോഗം ചേർന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയിംസ് മാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി.കെ. ഉമർ, ഷീന ജിൽസ്, ഷീബ പള്ളിക്കുത്ത്, മെമ്പർമാരായ ഹസീന ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഉണ്ണീൻകുട്ടി, ഷബീർ അലി, മാനുവൽ കുട്ടി, ട്രോമ കെയർ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ ഉണ്ണിൻകുട്ടി സാഹിബ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവരും ഈ ഒരു വിഷയത്തോട് താല്പര്യം പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ടല്ലോ, അതിന് പഞ്ചായത്തിന് നന്ദി എല്ലാവരും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരൾച്ചയാണ്. ഇവിടെ HI സൂചിപ്പിച്ചതുപോലെയും അതേമാതിരി ട്രോമ കെയർ പ്രവർത്തനം സൂചിപ്പിച്ച പോലെ ഭാവിയിൽ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു മീറ്റിംഗ് വളരെ കാര്യമായി കൂടിയിട്ട് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യണം. വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ടാങ്ക് നിർമ്മാണത്തിലും അതേപോലെ തന്നെ ഈ 4-5 കമ്മിറ്റികൾ രൂപീകരിക്കാനും ഒക്കെ നിങ്ങളൊക്കെ ആവശ്യങ്ങളുണ്ടാവും. കാരണം അവിടെയൊക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ വേറൊരു പ്രശ്നത്തിൽ ഈ കുടിവെള്ളത്തിലൊരു ആശങ്ക ഇപ്പം എനിക്കുള്ളതേ, അതും കൂടി നിങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ നിലവിൽ പഞ്ചായത്ത് ഈ വെള്ളമൊക്കെ പരിശോധിച്ച് വെള്ളം പരിശോധിച്ച് വളരെ ക്ലിയർ ആയിട്ടാണ് ഇന്നിപ്പോൾ HI സൂചിപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ നമ്മൾ സന്നദ്ധ പ്രവർത്തകർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാർഡ് അരിമണയിൽ നിന്ന് കുര്യച്ചൻ്റെ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രദേശത്തെ ആൾക്കാർ അതാത് മേഖലയിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പരിശോധന കാര്യം നടക്കുന്നില്ല. നമ്മൾ വെള്ളം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് വെള്ളത്തിൽ നിന്നാണ് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വെള്ളത്തിൽ നിന്നാണോ അവർ കൊടുത്ത വെള്ളത്തിൽ നിന്നോ അറിയില്ല. അപ്പോൾ ഈ കുടിവെള്ളം കൊടുക്കുന്ന ആളുകളൊക്കെ ദയവേദന പരിശോധിച്ചുകൊണ്ട് അതിന് ഗുണമേന്മ ഉറപ്പ് വരുത്തുന്ന നിർദ്ദേശം കൂടി നമ്മൾ ഇന്നത്തെ ഒരു ബോർഡ് തീരുമാനമായിട്ട് എല്ലാവരും അറിയിക്കുക. കാരണം അതൊരു പിന്നീട് നമുക്ക് മൊത്തത്തിൽ വരുന്ന ഒരു പ്രയാസം വരുന്നില്ല. 2 അജണ്ടകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ള മഴക്കാലവും ആ മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ പറ്റി ഉള്ള ഒരു മുൻകരുതലുമാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അത്തരമൊരു ചർച്ചയാണ്, ഒരു അജണ്ടയാണ് ഒന്ന് ചർച്ച ചെയ്തത്. മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലകളിലുമുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായൊരു വിഷയമാണ് ഇപ്പോഴത്തെ ഈ ചൂടും വരൾച്ചയും ജലക്ഷാമവും. അപ്പോൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഒരു പരിധിവരെ പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പൂർണ്ണമാകണമെങ്കിൽ ജനങ്ങളിലേക്ക് അത് കൃത്യമായി എല്ലാവരിലും എത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. ഏതായാലും ഇലക്ഷൻ്റെ ആ പരിമിതികൾ മറികടന്നുകൊണ്ട് സമയബന്ധിതമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിന് ജലം വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഷബീർ അലി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സാങ്കേതികത്വം എന്താണ് എന്നുള്ളത് പരിഹരിച്ചുകൊണ്ട് 2-3 വാഹനങ്ങൾ കൂടി ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച വരെ ചില പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞതോടുകൂടി ഏതാണ്ട് നല്ലൊരു ശതമാനം മേഖലകളിലും കുടിവെള്ളം ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പോകേണ്ടി വരും. പിന്നെ കരുവാരക്കുണ്ട് ഇപ്പോൾ നമ്മുടെ കരുവാരക്കുണ്ടെന്ന് പറയുന്ന പ്രദേശത്ത് വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാത്ത രീതിയിലുള്ളൊരു വരൾച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കരുവാരക്കുണ്ടിൽ കുമ്പത്തിലും മീനത്തിലും എല്ലാ മാസത്തിലും മഴ പെയ്യും.
ഇപ്പം ആവശ്യം അതൊന്നും ഉണ്ടായില്ല. അനേകം കൃഷികൾ നശിച്ച, ജാതി മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. കവുങ്ങ് കൃഷി, മരാട്ടമ്പൂരിൻ്റെ പാടത്തെ കവുങ്ങൊക്കെ ഉണങ്ങിപ്പോയി, ഒക്കെ ചുവന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മഴ പെയ്താൽ അതൊക്കെ തളർന്നു പോകും. അതുപോലെ വാഴക്കൃഷി, ഇങ്ങനെ കൃഷിക്കാരുടെ കാര്യം വളരെ അപകടത്തിലാകാൻ പോവുകയാണ്. അതോടൊപ്പം കുടിവെള്ളം. അപ്പം ഇന്നലെ തന്നെ നെടുമ്പാബ് വിളിച്ചിരുന്നു, അരിമണൽ ഊത്താലക്കുന്നത്തുനിന്ന്, അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ വെള്ളമില്ല. തരിശിലെ കുട്ടിമാന് വെള്ളം അടിച്ചു കൊടുക്കുകയാണ്, ഏർപ്പാടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. ഇപ്പം പുൽവട്ടിയിൽ നമ്മളെ തെക്കിലെ മണിയേട്ടൻ്റെ സജിൻ്റെ കുടിരിക്കലുണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. വെള്ളമില്ല. അതിലൊക്കത്തെ വീട് കിണറുകളിൽ നിന്നൊക്കെ വെള്ളം അടിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കിണറ്റിൽ ഒത്തിരി വെള്ളമുണ്ട്, അവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോയിട്ടാണ് കയ്യേകാനും അതിന് മറ്റുള്ളതൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ കരുവാരക്കുണ്ടിൽ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായിട്ടുണ്ട്. വിചാരിക്കാത്തത്ര ഭയങ്കരമാണ് കാര്യങ്ങൾ. അതിനാരും കുറ്റക്കാരല്ല, കാലാവസ്ഥാ വ്യതിയാനം ആണ്. അപ്പോൾ അതിൽ ഇടപെടണം. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ വാഹനങ്ങളും കുറച്ച് ദിവസമേ ഇനി വേണ്ടി വരുള്ളൂ. അത്ര ദിവസം എത്രയാണോ എന്നുള്ളത് ആളുകളുടെ ദുരിതം അകറ്റണം. അതിനാവശ്യമായ പ്രവൃത്തി നമ്മൾ ഒരുമിച്ച് ചെയ്യണം. അതിന് ഫണ്ടുണ്ടോ ഫണ്ടില്ലേ എന്ന് നോക്കണ്ട. ഫണ്ടില്ലെങ്കിൽ പൊതു ഫണ്ട് പിരിച്ചുകൊണ്ട് ഇങ്ങനെ സംഭാവന എടുത്തിട്ടെങ്കിലും ആ കാര്യം നിറവേറ്റാൻ കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. അതിന് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുക്കണം. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. കുടിവെള്ളക്ഷാമം വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട്. ഒരുപക്ഷെ ജലനിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വരൾച്ചയൂടെ ഉണ്ടായത്. പല പ്രദേശത്തും ജലനിധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അപാകതകളുണ്ട്. നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചില അപാകതകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വരൾച്ച വന്നത്. ഈ വരൾച്ച വന്നതോടുകൂടെ ഗ്രാമപഞ്ചായത്ത് ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തു. പക്ഷെ അതൊക്കെ ഒരു നേരത്തെ ഒരു മാസം മുമ്പൊക്കെ ഇത്തരം ടെൻഡറുകളൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറ്റപ്പെടുത്തുകയല്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേക മുൻകൂട്ടിയുള്ള വിവരം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഒരു മുൻകരുതൽ എന്നുള്ളതിന് ടെൻഡർ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ കാലതാമസം ഒരുപക്ഷെ ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെയൊക്കെ ചെറിയ താമസങ്ങളൊക്കെ വരും. അല്ലേ, ചെമ്പകുന്ന് ആ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പൊട്ടി ആ പ്രദേശത്തും അതുപോലെ തന്നെ അവിടുന്ന് പോയിരുന്ന പ്രദേശങ്ങളിലും ഒക്കെ അതിൻ്റെ ഭയങ്കരമായ രൂക്ഷമായ നിലനിൽക്കുക. ഇതുണ്ടായപ്പോൾ തന്നെ ഇതിന് ആ ടാങ്ക് എങ്ങനെയും അവിടെ സ്ഥാപിക്കാനും എന്ത് ചെയ്യണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അത് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതി ആവുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ആ ടാങ്ക് അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടത്തേണ്ടതായി എന്നുള്ള ഒരഭിപ്രായത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ കുടിവെള്ളക്ഷാമം ഇത് രൂക്ഷമാവുന്നതിന് കാരണം പഞ്ചായത്തിൽ ഭരണസമിതിയെ വിമർശിക്കുക എന്ന് വിചാരിക്കരുത്, കണ്ട കാര്യം പറയാം. നമ്മുടെ ഈ പുഴയിൽ കൂടിയുള്ള വെള്ളം ഒഴുകി പോയി അവിടെ ഒരു തുള്ളി ഒലിക്കാത്ത സമയത്ത് പോയിട്ട് തടയണുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? തടയണുണ്ടാക്കേണ്ട സമയത്ത് ചെയ്യാം. ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി അതിനുള്ളൊരു സംവിധാനം പഞ്ചായത്ത് കാണേണ്ടതായിരുന്നു. അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. വീഴ്ച വന്നിട്ടുണ്ടെന്ന് വരുത്തിയിട്ടുണ്ടില്ല, വീഴ്ച വന്നിട്ടുണ്ട്. തടയണ നിർമ്മാണത്തിലും വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വന്ന വീഴ്ചകൾ പറഞ്ഞു വരുപ്പിക്കുക എന്നുള്ളതല്ല, എങ്കിലും ഇതിനുള്ളൊരു പരിഹാരം കാണണം. ഈ ചെമ്പകുന്ന് കുടിവെള്ള പദ്ധതിക്ക് എന്ത് ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തു എന്നുള്ളതിനൊരു വിശദീകരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഈ വരൾച്ച ഉണ്ടായതുകൊണ്ട് കൂടുതൽ, അല്ലെങ്കിലും ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു വിഷയമായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. അതിനൊരു പരിഹാരമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, നമ്മുടെ പുഴ എന്ന് പറയുന്നത് ഒലിപ്പുഴ, മഴക്കാലത്ത് വെള്ളം ഇഷ്ടം പോലെ വരുന്നു, അത് ഒലിച്ച് അതിൻ്റെ വഴിക്ക് പോകുന്നു. അതിന് കുറച്ച് തടയണകൾ കെട്ടിക്കൊണ്ട് ശാശ്വതമായൊരു പരിഹാരത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. വിവിധ ഭാഗങ്ങളിലായിട്ട് തടയണ, അതായത് മഴക്കാലം തീരുന്നതോടുകൂടി തടയണകൾ ഇടുന്ന ഒരവസ്ഥയിലേക്ക് തടയണ കെട്ടിക്കൊണ്ട് വെള്ളം നിർത്തിയാൽ
അതാത് പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കപ്പെടും. ഈ പുഴയിൽ വെള്ളം നിൽക്കുമ്പോൾ ഇപ്പം നമുക്ക് കണ്ടാലറിയാം, ഈ പുഴകളെല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. എവിടെയും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഈ വെള്ളം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ വന്ന് ഒലിച്ചു പോവുകയാണ്. അപ്പോൾ അതിനെ ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാൽ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരമായിരിക്കും എന്നെനിക്കൊരു. അതിൽ മെയിനായിട്ട് കുടിവെള്ളം തന്നെ പറയാം. കുടിവെള്ളം നമ്മുടെ ടാങ്ക് പൊട്ടി അവിടെ മുതൽ പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ആ സമയം മുതൽ അതിൻ്റെ പിന്നാലെ ആ വാർഡിൻ്റെ മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളവർ ഇടപെട്ട് പല മീറ്റിങ്ങുകൾ വിളിച്ചെങ്കിലും BG-കൾ വരികയോ വേണ്ട രീതിയിലൊരു മിനിറ്റ്സ് എഴുതി പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച അടക്കം ഇവിടുന്ന് പിരിയേണ്ടി വന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ഉണ്ടായൊരു പഞ്ചായത്ത് കരുവാരകുണ്ടാണ്. 235 വന്നു, പിന്നെ അത് 254 പോയി. പിന്നീടുള്ളൊരു കണക്ക് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് ഇപ്പോൾ അറിയില്ല. 284 വരെ വന്നിരുന്നു. പിന്നീട് അത് ആ കാലത്തിന് ശേഷം കുറഞ്ഞു. ഇപ്പോഴും നമ്മുടെ കരുവാരക്കുണ്ടിൽ 8 ഡെങ്കിപ്പനി ഉണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ, സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളടക്കം മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഇട്ടുപോയ അവശേഷിക്കുന്ന മുട്ട മഴ തട്ടിയാൽ 7 ദിവസം കൊണ്ട് വിരിയുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ യോഗത്തിൽ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ നിർബന്ധമായിട്ട് സർവകക്ഷി യോഗം വിളിക്കാനുണ്ടായ കാരണം, അതിനാൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഒരു വട്ടം ഡെങ്കിപ്പനി വന്ന ആൾക്ക് രണ്ടാമത് വന്നാൽ, അതല്ലെങ്കിൽ മൂന്നാമത് വന്നാൽ ഷുവറായിട്ടും അപകടം സംഭവിക്കും, ഡെത്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭീകരാവസ്ഥ നിലവിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിലക്ക് നമ്മുടെ പഞ്ചായത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ പ്രദേശത്തെ കൃഷി മുഴുവൻ ഉണങ്ങിക്കഴിഞ്ഞു. ഉണ്ണിൻകുട്ടി സൂചിപ്പിച്ചു. എവിടെ? നമ്മുടെ കൊക്കോ, കാപ്പി, ജാതി ഒക്കെ തന്നെ 4 ദിവസം 5 ദിവസം മുമ്പ് ഒരു പരാതിയായിട്ട് വന്നു. നമ്മുടെ കല്ലെടുക്കയിൽ ബേബിച്ചാൻ തന്ന പരാതിയായിട്ട് അയാൾ ആ തോട്ടം പോയി കണ്ടു. ആ തോട്ടത്തിലുള്ള അവിടെയുള്ള കുളം പറ്റിയിട്ടുണ്ട്. ആ പ്രദേശത്തെ കുളം പറ്റിയിട്ടുണ്ട്. നനക്കാൻ കോലല്ല. ജാതി, റംബുട്ടാൻ, അതുപോലെ വിവിധ തരം പഴവർഗ്ഗങ്ങളൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ അജണ്ട വെച്ചു. ആ അജണ്ട പ്രകാരം ലത്തീഫാക്ക ആ മിനിഞ്ഞാന്ന് തന്നെ അടിയന്തരമായിട്ട് ബോർഡ് കൂടി, അതുപോലെ തന്നെ കലക്ടർക്കും കൃഷി വകുപ്പിനും അതിൻ്റെ നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 യോഗം കൂടി ഒരുമിച്ച് വിളിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ കാഞ്ഞിരപ്പുഴ ഡാമിൽ 2 ദിവസം മുമ്പ് ഞങ്ങൾ പോയിരുന്നു. ഒരു തലക്ക് അങ്ങനെ നോക്കിയാൽ ചെറിയ പള്ളിക്കുളം നിൽക്കുന്ന മാതിരി. പോലീസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് പാർട്ടിയുടെ ഒപ്പം പോലീസുണ്ടാവും. ഏത് സമയം വിളിച്ചാലും വരും. ഏത് സമയത്തും എപ്പോഴും ഉണ്ടാവും. തുറന്നാൽ അടയ്ക്കാത്ത സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. ഏത് സമയം ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും പോലീസിൻ്റെ സഹായം തേടാൻ ധൈര്യമായിട്ട് വരാം. എല്ലാ കാര്യത്തിനും പോലീസ് ഉണ്ടാവും എന്ന് പറയാം. ഈ കാര്യത്തിൽ ഇത്ര എനിക്ക് പറയാം. നമ്മൾ കരുവാരക്കുണ്ട് പോലീസിനെ സംബന്ധിച്ചോളം അത്രയും നമുക്ക് പറയാനുള്ളൂ. ഏത് കാര്യത്തിനും എപ്പോഴും എവിടെയും ഞങ്ങളുണ്ടാവും. മലപ്പുറം ജില്ലാ ട്രോമ കെയറിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രതിനിധി എന്ന നിലക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് മലപ്പുറത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ട്രോമ കെയറിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചതിൽ ഏറ്റവും വലിയൊരു മനസ്സിന് പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ആഴ്ച ആ കമ്മിറ്റിയിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. അതിന് മുന്നൊരുക്കം എന്നുള്ള ആ ഒരു കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു വാക്കെന്തെന്ന് വെച്ചാൽ, അവിടെ ഈ ചൂട്, ഈ കൊടും വരൾച്ച നമുക്ക് ഇത് കഴിയുന്നതോടുകൂടി വരുന്ന 15-ാം തീയതി 20-ാം തീയതിക്കുള്ളിൽ അടുത്ത മഴക്കാലം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഏറ്റവും കൂടിയ 2018 ഉണ്ടായിട്ടുള്ളതിനേക്കാൾ ഡബിൾ മടങ്ങ് സംഭവിക്കാനാണ് ഈ പ്രാവശ്യം പോകുന്നത് എന്നുള്ളതാണ് നമുക്കവിടെ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ സംസാരിച്ചത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് മലയോര പ്രദേശമാണ്. കഴിഞ്ഞ 2018 അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടി നമുക്ക് പല പ്രയാസങ്ങളുണ്ടായി. ഞാനടക്കമുള്ള ആളുകൾ പ്രവർത്തനത്തിന് പോയ സമയത്ത് നമുക്ക് ഒരുപാട് പോരായ്മകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളത്, അത്തരം പോരായ്മകളൊക്കെ നമുക്ക് നികത്താനുള്ള ഒരു സാഹചര്യം കൂടി നമുക്കുണ്ടാവണം. കാരണം അത് ഞങ്ങളൊരു കമ്മിറ്റി കൂടി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇതിൻ്റെ എക്യുപ്മെൻ്റ് എന്തൊക്കെ വേണം, അതല്ലെങ്കിൽ ഇതിൻ്റെ മുന്നൊരുക്കമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ സജ്ജീകരിച്ച് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നടക്കുന്ന
കൂൾ ബാറുകൾ, അതുപോലത്തെ ഹോട്ടൽ തുടങ്ങിയ ഈ സ്ഥലത്ത് ഇതേവരെ കാലാകാലമായിട്ട് കിണർ ഉണ്ടാക്കി അന്നത്തെ വെള്ളമാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പരിശോധന അതും കാര്യങ്ങളും നടത്തുന്നില്ല. ഇവിടുത്തെ മിക്കവാറും ഹോട്ടലുകളൊന്നും പുറലോകം കാണാത്ത സൈസിലുള്ള ഹോട്ടലുകളാണ്. അവിടുത്തെ വെള്ളം ഒക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് അവിടുത്തെ അതിൻ്റെ ഇതൊന്ന് പരിശോധിക്കാം. ആരോഗ്യവകുപ്പ് തയ്യാറാണ്, ഒരു പ്രസനം അല്ലാത്ത രീതിയിൽ എന്നാണ്. അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം. എല്ലാം ഒരു കുടക്കീഴിൽ. അനാർക്കലി, സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം. നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ്. സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ, സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി, കരുവാരകുണ്ട്, കിഴക്കേതല.